നമസ്കാരം. ഇന്നത്തെ ഗൾഫ് വാർത്തകളിലേക്ക് സ്വാഗതം. അവധിക്ക് നാട്ടിലേക്ക് വരാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. എയർ ഇന്ത്യ എക്സ്പ്രസ് പശ്ചിമേഷ്യയിലെ എല്ലാ സർവീസുകളും പുനരാരംഭിച്ചു. UAE ഉൾപ്പെടെ ഗൾഫ് രാജ്യങ്ങളിലെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചതോടെ പ്രവാസികൾക്ക് കുറഞ്ഞ ചിലവിൽ നാട്ടിലെത്താനാകും. സീസണിൽ മുൻ വർഷങ്ങളിൽ മാസങ്ങൾക്ക് മുൻപ് തന്നെ ബുക്കിംഗ് തീർന്നിരുന്നുവെങ്കിൽ ഇത്തവണ ആവശ്യത്തിന് ടിക്കറ്റുകൾ ലഭ്യമാണ്. UAEയിൽ നിന്ന് കഴിഞ്ഞ മാസം തന്നെ സർവീസുകൾ പുനരാരംഭിച്ചിരുന്നുവെങ്കിലും കുവൈറ്റിൽ നിന്നും ഒമാനിലെ പല ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ ദിവസമാണ് വീണ്ടും സർവീസുകൾ തുടങ്ങിയത്. UAE, ബഹ്റൈൻ, കുവൈറ്റ്, ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ എന്നീ രാജ്യങ്ങളിലെ 13 സെക്ടറുകളിലേക്ക് ഇപ്പോൾ എയർ ഇന്ത്യ എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട്. ഇന്ത്യയിലെ 18 നഗരങ്ങളെ പശ്ചിമേഷ്യയുമായി ബന്ധിപ്പിച്ച് ആഴ്ചയിൽ 780 സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് നിലവിൽ നടത്തിവരുന്നത്. ഒപ്പം വിമാന ടിക്കറ്റ് നിരക്കുകളിൽ വലിയ കുറവും വന്നിട്ടുണ്ട്. മലയാളികൾക്കാണ് ഇത് ഏറ്റവും ഗുണകരവുമാകുന്നത്. 3500, 3600 ദിർഹം വരെ ഉയർന്ന ടിക്കറ്റ് നിരക്ക് ഇപ്പോൾ 2600 ദിർഹം വരെയായി കുറഞ്ഞിരിക്കുകയാണ്. ഒമാനിലെ കർഷക ഗ്രാമങ്ങൾക്ക് ഉത്സവമേളമായി ഈത്തപ്പഴ വിളവെടുപ്പ് സീസണിന് തുടക്കം. വിവിധ ഗവർണറേറ്റുകളിൽ ജൂൺ അവസാനം മുതൽ ആരംഭിച്ച വിളവെടുപ്പ് ജൂലൈ അവസാനത്തോടെ സജീവമാകും. പ്രാദേശിക വിപണികൾക്ക് പുറമെ ഇന്ത്യ ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളാണ് ഒമാനി ഈത്തപ്പഴത്തിന്റെ പ്രധാന വിപണികൾ. പ്രാദേശികമായി ജിദബ്, തബ്സീൽ തുടങ്ങിയ പേരുകളിൽ അറിയപ്പെടുന്ന പരമ്പരാഗത വിളവെടുപ്പ് രീതികൾ തനിമ ചോരാതെ ഇന്നും രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും തുടരുന്നുണ്ട്. ഇന്ത്യയിലേക്കടക്കം ഈത്തപ്പഴങ്ങൾ വരുന്നത് ഇവിടങ്ങളിൽ നിന്നാണ്. UAE ഏറ്റവും തീവ്രമായ വേനൽക്കാലത്തേക്ക് കടക്കുകയാണ്. ഇന്ന് ജൂലൈ 3-ന് വാർഷിക ജംറത്ത് അൽ ഖൈദ് ഉഷ്ണതരംഗം ആരംഭിക്കുന്നതോടെ താപനില 50 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ഉയരുമെന്നാണ് മുന്നറിയിപ്പ്. ഓഗസ്റ്റ് 10 വരെ നീണ്ടു നിൽക്കുന്ന 40 ദിവസത്തെ ജംറത്ത് അൽ ഖൈദ് UAEയിലും അറേബ്യൻ ഉപദ്വീപിലും വർഷത്തിലെ ഏറ്റവും ചൂടേറിയതും വരണ്ടതുമായ സമയമായി കണക്കാക്കപ്പെടുന്നു. പകൽ സമയത്ത് ചൂടും വരണ്ട വനഭൂമിയിലെ കാറ്റും ആവർത്തിച്ചുള്ള ഉഷ്ണതരംഗങ്ങൾക്കിടയാക്കുന്നു. ഇക്കാലയളവിൽ തൊഴിൽ സമയങ്ങളിലെ നിയന്ത്രണങ്ങൾ കമ്പനികൾ കർശനമായി പാലിക്കണമെന്നാണ് അറിയിപ്പ്. പ്രവാസികൾ ഉൾപ്പെടെ ഇക്കാലയളവിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ജൂൺ 15 മുതൽ സെപ്റ്റംബർ 15 വരെ UAEയിൽ ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിലുണ്ട്. കടുത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ ധാരാളം വെള്ളം കുടിക്കാനും ഉച്ചയ്ക്ക് 12 മണി മുതൽ 4 മണി വരെ നേരിട്ട് വെയിൽ കൊള്ളുന്നത് ഒഴിവാക്കാനും ആരോഗ്യ വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ബ്ലഡ് ഡൊണേഴ്സ് കേരള സ്ഥാപകൻ വിനോദ് ഭാസ്കറിന്റെ സ്മരണാർത്ഥം BDK ബഹ്റൈൻ ചാപ്റ്റർ ഏർപ്പെടുത്തിയ അവാർഡ് പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയും ആതുര ചികിത്സാ രംഗത്തെ വിദഗ്ധയുമായ ഡോക്ടർ അമർജിത് കൌർ സന്ധുവിന്. ജൂലൈ 17 വെള്ളിയാഴ്ച വൈകിട്ട് BDK ബഹ്റൈനും കിംസ് ഹെൽത്ത് ഹോസ്പിറ്റലും സംയുക്തമായി സംഘടിപ്പിക്കുന്ന മെഡിക്കൽ പ്രോഗ്രാമിൽ അവാർഡ് ഡോക്ടർ സന്ധുവിന് കൈമാറും. ബഹ്റൈൻ കേരളീയ സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയിൽ ആരോഗ്യരംഗത്തെയും സാമൂഹിക മേഖലയിലെയും പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കും. അന്നേ ദിവസം ലൈഫ് സ്റ്റൈൽ ഡിസീസ് വിഷയത്തിൽ കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ ഇന്റർനാഷണൽ മെഡിസിൻ ഡോക്ടർ ശ്യാം ശരത്തിന്റെ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടായിരിക്കും. 2026 പ്രവാസി ദോഹ ബഷീർ പുരസ്കാരത്തിന് ഏഷ്യൻ ഗെയിംസ് മെഡൽ ജേതാവും പ്രമുഖ അത്ലറ്റിക്സ് പരിശീലകനുമായ തൃശൂർ പാവറട്ടി സ്വദേശി OL തോമസ് അർഹനായി. ജൂറി ചെയർമാൻ വൈശാഖൻ, P ഷംസുദ്ദീൻ, MA റഹ്മാൻ, KK സുധാകരൻ, CV റപ്പായി എന്നിവർ ഉൾപ്പെട്ട ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുത്തത്. 1968, 1970 കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗമേറിയ മനുഷ്യൻ എന്ന വിശേഷണം നേടിയ കായിക താരമാണ് OL തോമസ്. പുരസ്കാരമായി 1,00,000 രൂപയും ശില്പി നമ്പൂതിരി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തി പത്രവും സമ്മാനിക്കും. പ്രവാസികളെ ലക്ഷ്യമിട്ട് പുതിയ അപ്ഡേറ്റുമായി Paytm. രാജ്യാന്തര മൊബൈൽ നമ്പറുകൾ ഉപയോഗിച്ച് തന്നെ Paytm ആപ്പിലൂടെ UPI പേയ്മെന്റുകൾ നടത്താനുള്ള സൗകര്യമാണ് Paytm കൊണ്ടുവന്നിരിക്കുന്നത്. ഇതോടെ പ്രവാസികൾ നാട്ടിലെത്തുമ്പോൾ UPI ഉപയോഗിക്കുന്നതിനായി പുതിയൊരു ഇന്ത്യൻ സിം കാർഡ് എടുക്കുകയോ ഇന്റർനാഷണൽ റോമിംഗ് ചാർജുകൾ നൽകി ഇന്ത്യൻ സിം ആക്റ്റീവ് ആക്കേണ്ടതില്ല. NRE അല്ലെങ്കിൽ NRO ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഫോൺ സിം ഉപയോഗപ്പെടുത്തി ഈ സൗകര്യം പ്രയോജനപ്പെടുത്താം. ലീവിനും മറ്റു ചെറിയ കാലത്തേക്ക് നാട്ടിലെത്തുന്ന പ്രവാസികൾക്കാണ് ഏറ്റവും സഹായകമാകുക. ഗൾഫ് ലോകത്തെ പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം.